ഹായ് ഓൾ സ്കോക്ക് മഹാരാജ ഹോസ്റ്റൽ റൈറ്റർ ഡയറക്ടർ ചാരുവാകൻ പ്രൊഡ്യൂസർ കരമറോ അങ്ങനെ പിന്നെ വേറെ കുറേ കരമറോസ് ഉണ്ട്, കുറേ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. ബാക്കിയുള്ള ടെക്നീഷ്യൻസിനെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. ഇത് ഹൊറർ കോമഡിയാണ്. അപ്പോൾ ഹൊറർ കോമഡി ആകുമ്പോൾ ഹൊറർ വേണം, കോമഡിയും വേണം. അപ്പോൾ അതാണ് ഇവർ പരിപാടി ചെയ്ത് വെക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഇതിൽ കോമഡി മുഴുവൻ ഹൊററും, ഹൊറർ മുഴുവൻ കോമഡിയും ആയിപ്പോയി എന്നുള്ളതാണ്. ഇതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമാച്ചറിഷ് ആക്ടിങ്. അതായത് അഭിനയിക്കാൻ അറിയില്ല. ആദ്യത്തെ സിനിമയാണ്, മനസ്സിലാക്കാം. പക്ഷെ എന്നാലും ഇത് നമ്മൾ റീൽസ് ഇട്ടിട്ട് പിന്നെ ഷെയറും കമൻസും വാങ്ങിക്കുമ്പോഴല്ലോ, ഇത് വലിയ സ്ക്രീനല്ലേ, ഇത് 4Kയിലും ഒക്കെ ആൾക്കാർ വലിയ സ്ക്രീനിൽ കാണുമല്ലേ നിങ്ങളെ ക്ലോസപ്പും നിങ്ങളെ ഫേസും എക്സ്പ്രഷൻസും അഭിനയമൊക്കെ. അപ്പോൾ എക്സ്പോസ്ഡ് ആവും, സ്വാഭാവികം. ഇല്ലെങ്കിൽ അങ്ങനത്തെ ഡയറക്ടേഴ്സിൻ്റെ കയ്യിൽ കിട്ടിയിട്ട് അത്രയും ട്രെയിൻ ചെയ്ത് അത്രയും ആക്ടിങ് വർക്ക്ഷോപ്സ് അറ്റൻഡ് ചെയ്ത്, അല്ലെങ്കിൽ ജെന്യൂൻലി നാച്ചുറലി ഓർഗാനിക്കലി അത്രയും കഴിവാണ്. ഇല്ലെങ്കിൽ ഇതിൽ 4 റീൽസ് എടുത്ത് 4 ഞാൻ ഉദ്ദേശിച്ചത് കുറേ എടുത്ത് കാണായിരിക്കും. റീൽസ് അല്ല പരിപാടി, സിനിമ. അതിനുള്ള ബെസ്റ്റ് എക്സാമ്പിളാണ് ഈ സിനിമ. കാരണം സഹിക്കാൻ പറ്റില്ല ടു ബി ഫ്രാങ്ക്. അഖിൽ NRD അദ്ദേഹമാണ് കൂട്ടത്തിലെ കൊമ്പൻ. പിന്നെ അഖിൽ ഷാമോൻ എന്നൊക്കെ പറയും, മറ്റേ താത്തയുടെ വേഷക്കെട്ട് നടക്കുന്ന കുണി നടക്കുന്ന പുള്ളി. പിന്നെ ശരത് ബാബു, തമിഴിൽ നടനുണ്ട് ശരത് ബാബു. ഇത് പുതിയ ശരത് ബാബു വലിയ കുഴപ്പമില്ല കമ്പയർഡ് ടു മറ്റ് 2 പേര്. പക്ഷേ അഖിൽ NRD എൻ്റെ പൊന്നോ, ആദ്യത്തെ ഒരു 3/4 മണിക്കൂർ, ഈ സിനിമ 2 മണിക്കൂർ 9 മിനിറ്റാണ്. അതിലാദ്യത്തെ ഒരു ഇതിൻ്റെ ഹൊറർ കോമഡി എന്നുള്ള ജോൺറയിലേക്ക് ഇവർക്ക് തുടക്കം തന്നെ കടക്കണ്ട. ഇവർക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ട് 3/4 മണിക്കൂർ കഴിഞ്ഞിട്ട് കടന്നാൽ മതി. അതുവരെ എന്തെങ്കിലുമൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യണ്ടേ. അത്രയും സമയം ആസഹിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രീനിൽ നോക്കാൻ തോന്നില്ല. ഫോണുണ്ട്, ഫോണെടുത്ത് നോക്കിപ്പോകും. അത്രയ്ക്ക് അബദ്ധാഭിനയം. ഓക്കെ, പൂവർ മേക്കിംഗ് ആണ്, പൂവർ സ്ക്രിപ്റ്റാണ്, പൂവർ ഡയലോഗ്സ് ആണ്, എല്ലാം ശരി തന്നെ. പക്ഷെ അതിനെ പോറസ്റ്റ് ആക്കുന്ന തരത്തിലുള്ള പെർഫോമൻസ് അതിൽ ഞാൻ പറയാം, റിപ്പീറ്റ് അഖിൽ NRDയുടെ ചില ചേഷ്ടകൾ എൻ്റെ പൊന്നോ, ഫുഡ്. അതായത് പുള്ളി കോമഡിയാണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത് മിമിക്രിക്കാരെ കൊണ്ട് ഭയങ്കര ശല്യമായിരുന്നു കുറേ കാലമായിട്ട്. ഈ മിമിക്രിക്കാരുടെ സ്വഭാവം അറിയാലോ, ഈ ബിനു അടിമാലി ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ചളി അടിക്കണം, കൗണ്ടർ അടിക്കണം, കൈ നിറണം. അതവരെ കൊണ്ട് തടയാൻ പറ്റില്ല, സ്വയം തടയാൻ പറ്റില്ല, റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റില്ല. അവർക്കത് ഒരു ബ്ലഡിലുള്ള സാധനം, കൗണ്ടർ അടിക്കലും ചളി അടിക്കലും സീന് കൊളാക്കലും. അപ്പോൾ കാണാം ഇപ്പോഴത്തെ പിള്ളേർ, അദ്ദേഹം അഖിൽ NRDയൊക്കെ ഇപ്പോഴത്തെ പിള്ളേരുടെ റെപ്രസെൻ്റ് ചെയ്യുമല്ലേ. എന്നിട്ട് ഇവരെ പിന്നെ സീനിൽ കൈ നിട്ട പോകാനായിട്ട് ഡബ്ബിങ്ങിൽ കൈ നിട്ടേക്കുന്നു. ഇതിലങ്ങനത്തെ കുറേ പരിപാടികളുണ്ട്. ഒറ്റ സംഭവം ഞാൻ പറഞ്ഞ, ഒരു കാട്ടിൽ കൂടെ നടന്നു പോവാം. അഖിൽ NRDയും മറ്റു 2 പേരും കൂടെ നടന്നു പോകുന്ന സമയത്ത് ഒരുത്തൻ പറയും മുള്ള് കാട്ടിൽ മുള്ളുണ്ടാവുമല്ലോ. അപ്പോൾ പുറകിലേക്കുന്നവൻ, എനിക്കിപ്പോൾ മുള്ളണ്ട. ഇതൊക്കെ കണ്ട് ഹൊറർ കോമഡീൻ്റെ അകത്ത് കോമഡി കണ്ട് ചിരിക്കണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ സിനിമയുടെ തുടക്കത്തിൽ സീൻ കഴിഞ്ഞ് പിന്നെ പ്രസൻറ്റ് ടൈമിൽ വന്നിട്ട് ഒരു +2 കഴിഞ്ഞ്, അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സോങ്ങൊക്കെ ഉണ്ട്. സോങ്സിൻ്റെ കാര്യം ഞാൻ പറയാം. ആ സോങ്ങിൽ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് സോങ്ങാണ്. ഇവരുടെ ചുറ്റുവട്ടം കാര്യങ്ങൾ, കൊച്ചി, ഇവർ ക്രിക്കറ്റ് കളിക്കുന്നു, തെണ്ടിത്തിരിയുന്നു, ഇങ്ങനത്തെ പരിപാടികൾ അതെല്ലാം കാണിച്ച് പിന്നെ ആസ് യൂഷ്വൽ പഠിക്കാൻ പോകണമല്ലോ. അപ്പം കേരളത്തിലെ സിനിമകളിൽ +2 കഴിഞ്ഞാൽ പിന്നെ പഠിക്കാൻ പോകണം എന്ത്? എൻജിനീയറിങ്ങിൽ തന്നെ ഏത് പഠിക്കണം? മെക്ക് പഠിക്കണം. കാരണം മെക്ക് പഠിച്ചു കഴിഞ്ഞാലാണ് ഇവർക്ക് ഫ്രസ്ട്രേഷൻ വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗേൾസ് ഇല്ല. ഇതെത്ര കാലമായി, എത്ര സിനിമകളിലായി. ഞാൻ മറ്റേ BRM ഷെരീഫിനെ പോലെ പോയി പെട്ടെന്ന്. അതായത്
ഇതെത്ര കാലമായി മെക്കിൽ പോയിരിക്കുക, ഗേള് വരുന്ന പോയിരിക്കുക. ഇതാണോ നമ്മുടെ തലമുറ? ഇവിടെ ഡൽഹിയിൽ സമരം നടക്കുക, ജന്തർ മന്ദിറിൽ ജൻസിയുടെ. ഇവിടെ മെക്ക് പെണ്ണ് പറയാ, പക്ഷെ എൻ്റെ പൊന്നോ. എന്നിട്ട് സ്ഥിരം പരിപാടികൾ. അങ്ങനെ ഇത് വലിയ ഡീറ്റെയിലിംഗ് ഒന്നും ഉണ്ടായിട്ടില്ല ഭാഗ്യത്തിന്. ഇപ്പം അറിയാലോ, കോളേജ് പോകുമ്പം റാഗിങ് ഉണ്ടാവും, സീനിയേഴ്സും ജൂനിയേഴ്സും തമ്മിലായിട്ട്, പിന്നെ ഒരു പ്രണയം, ഞാൻ ചില കോമഡി, ഒരു സോങ്, പിന്നെ എന്തെങ്കിലും ഒരു സ്റ്റേജ് പ്രോഗ്രാം. ഫ്രഷേഴ്സ് ഡേ ആയിരിക്കാം, അല്ലെങ്കിൽ ഇതിൽ ഫ്രഷേഴ്സ് ഡേക്ക് ജൂനിയർ സീനിയറും കൂടെ ഒരുമിച്ച് ഡാൻസ് കളിക്കുന്നത്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ, അത് പ്രാക്ടീസ് ചെയ്യുന്നു. വളരെ മോശം മേക്കിങ്. അതായത് ഇവർ 3 പേരും ഇങ്ങനെ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ പറക്കുക. അതിനിടയ്ക്ക് എന്തൊക്കെ ചളിയാണ് പറയുന്നത്. നമ്മൾ ഒട്ടക പക്ഷികളെ പോലെ പറക്കുന്നു. ഒട്ടക പക്ഷി പറക്കൂല, നമുക്ക് എല്ലാം അറിയാം. ഇപ്പോൾ ഇവർ കഴിവ് കെട്ടവരാണെന്നോ അല്ലെങ്കിൽ എന്തോ കോമഡി ഉദ്ദേശം ആർക്കറിയാം. സിഗരറ്റ് വലിക്കുക, ബിയർ അടിക്കുക. സിഗരറ്റ് വലിക്കാൻ പറയാം, ഒരു സിഗരറ്റിന് 12 പഫ്സ് ഉണ്ടാവും. 12 പഫ്സ്. ഇതിനകത്തുള്ള ഒരു കോമഡി പറയാണ്, എനിക്ക് 6 പഫ്സ്, ബാക്കി 3 നിങ്ങൾ ഷേ. ഇതൊക്കെ ഒരു സിനിമക്കകത്താണ് കാണുന്നത്. ടിക്കറ്റ് എടുത്ത് തിയേറ്ററിനകത്തിരുന്ന സിനിമ കാണുന്ന പ്രേക്ഷകരിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഒരുത്തൻ്റെ ഈ അപരാധ കോമാളിത്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. വാട്ട്സ് ദാറ്റ്? അതായിട്ട് അങ്ങനെ കുറേ സാധനങ്ങൾ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ കോളേജിൽ ഉണ്ടാകുന്ന സ്ഥിരം പരിപാടികൾ, മെക്ക്, പെണ്ണില്ല, പിന്നെ വേറെ ഒരു പെണ്ണ്, ഏതൊരുത്തി, ആൻമരി ആണ് നടിയുടെ പേര്. അപ്പോൾ ഇവിടെ അവിടെ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുക. കമ്പ്യൂട്ടർ സയൻസിൽ ഗേൾസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ പഠിക്കുന്ന സമയത്ത് ഇവളെ പേരാണ്, അപ്പോൾ ഇവർ കോമഡി ഉണ്ടാക്കാൻ വേണ്ടി പേര് ചൂസ് ചെയ്ത് നോക്കണേ, ദിവ്യ ഓടി, പിന്നെ ദിവ്യല്ല, ദീപിക ഓടി. അപ്പം ഇവരിത് ആലോചിക്കുകയാണ്, ഈ പേരെന്താണ് ദീപിക ഓടി. അപ്പം മറ്റവനൊന്ന് പറയാ, എടാ ദീപിക ഓടി. അപ്പം എന്ത് പറയണം? ദീപിക ഓടിന് നമ്മളെന്ത് വേണം? ചിരിക്കണം, നമ്മളൊക്കെ ഇങ്ങനെ ചിരിക്കണം. ദീപിക ഓടി, ഈ ജാമ്പവാല കാലത്തെ കോമഡി കേട്ടിട്ട്. ഈ അഖിലന്നാടിയും ഈ ആൻമേരിയും ഉള്ള കോമഡി സീൻസ് എന്തോ ഒരു ഫുഡ് ഒരു തരത്തിലും ഒപ്പിക്കാൻ പറ്റില്ല. എന്തോ കാണിക്കുക, ഒരു കെമിസ്ട്രി ഇല്ല. എന്നിട്ട് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നു. ഇവൻ എന്തൊക്കെയോ കാണിക്കുന്നത്. ഉടക്കി ഇവന് ദേഷ്യം, അഖിലന്നാരുടെ ക്യാരക്ടറിന് ദേഷ്യമൊക്കെ പിടിക്കും. ഇവനെ അരാന്ന് വിളിക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്താണെന്ന് കാരണം നിങ്ങൾക്ക് അറിയാം. അരവിന്ദിനെ അരാന്ന് വിളിച്ചിട്ട് അത് ഓക്കെ. എന്നിട്ട് ഇവനിടയ്ക്ക് മാസമൊക്കെ കാണിക്കും. ഇവൻ കുറച്ച് കഴിഞ്ഞിട്ട് മാസമൊക്കെ കാണിക്കുന്നുണ്ട്. ഇതിൽ വേറെ ഒരുത്തനുണ്ട്, സന്ദീപ്, നമ്മുടെ പടക്കള സന്ദീപ് അല്ലേ, ഐ ആം സൂപ്പർ ഹീറോ എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം. അതിനേക്കാളും ക്രിഞ്ചാണ് ഇതിൽ പുള്ളിയുടെ പേര്, ക്യാരക്ടറിൻ്റെ പേര്, വൈബ് ശംഭു. പണ്ട് ശംഭു കൊണ്ട് തന്നെ മോന്തക്കിട്ട് നിവിൻ പോളിൽ നിന്ന് കൊടുത്തതാണ്, നമ്മൾ കണ്ടത്. അത് ഓംശാന്തി ഓശാനിൽ. ഇത് വൈബ് ശംഭു. പുള്ളിയുടെ വക അപരാധങ്ങൾ വേറെ, എന്തൊക്കെയോ ക്യാരക്ടേഴ്സ്. എന്നിട്ട് ആദ്യത്തെ 3/4 മണിക്കൂർ ഞാൻ പറഞ്ഞില്ലേ, ഈ ക്യാമ്പസിലിട്ട് നമ്മളെ ഇട്ടങ്ങ് വെറുപ്പിച്ചിട്ട് ഒന്നാമതായിട്ട് അഭിനയിക്കാം. ഇവർ ഞങ്ങൾ സിനിമയിൽ അഭിനയിക്കുവാണേ എന്ന് ഓരോ സീനിലും ഓരോ ഷോട്ടിലും നമ്മൾ വിളിച്ചു പറയിക്കുക. ഇത് ആയിട്ടൊന്നുമല്ലല്ലോ മലയാളത്തിൽ ഈ റീൽസ് ചെയ്യുന്ന ആൾക്കാരും, അല്ലെങ്കിൽ ഇതുപോലത്തെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസും ഇൻഫ്ലുവൻസേഴ്സും അഭിനയിക്കുന്നത്. ആദ്യമായിട്ടൊന്നുമല്ലല്ലോ. നമ്മൾ കുറേ എക്സാമ്പിൾസ് ഞാൻ പറയുന്നില്ല. പറഞ്ഞാൽ ആവേശം മുതൽ വാഴ വരെ ഞാൻ പറയേണ്ടി വരും, വാഴ 2 വരെ. ഇഷ്ടം പോലെ ആൾക്കാർ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്രയും വേഴ്സ്റ്റായിട്ട് ഞാൻ കണ്ടിട്ടില്ല. നല്ലത് കണ്ടപ്പോൾ നല്ലത് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് അസഹനീയ, അൺബെയറബിൾ, കാൻ പുട്ട് അപ്പ് വിത്ത് അറ്റ് ഓൾ. അങ്ങനത്തെ ലെവലിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഇവരുടെ ജോൺറ എന്താണ്? ഹൊറർ കോമഡി. അപ്പം ഇവർ ആദ്യം കോമഡി കാണിക്കാൻ നോക്കി, പണി പാളി. അത് കഴിഞ്ഞിട്ട് ഇവർ ഹൊററിലേക്ക് കടന്നപ്പോൾ ടു ബി ഫ്രാങ്ക്, ബിഗിനിങ് ടൈമിൽ അതിൻ്റെ കോണ്ടെക്സ്റ്റും അതിൻ്റെ കോസൊക്കെ അത്ര ഒരു തരത്തിലും കണക്റ്റ് ആവാത്തതാണ്. പക്ഷെ എന്നാലും ചില സീൻസിലൊക്കെ ഓക്കെ, ഇവരെന്തൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് തോന്നിപ്പിച്ച രീതിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നെ അതിനിടയ്ക്ക് ഒരു സജിൻ ചിറക്കൽ, ഇതിൽ ഹോസ്റ്റൽ എന്ന് പറയുന്നില്ലേ,
ഇത് ഹോസ്റ്റൽ ഏതോ ലോഡ്ജാ, ഏതോ കൂതറ ലോഡ്ജ് പോലത്തെ സെറ്റപ്പാ. താഴെ മുഴുവൻ മറ്റേ അന്യ സംസ്ഥാന തൊഴിലാളി അതോ അതിഥി തൊഴിലാളികൾ, ബംഗാളീസും ബീഹാറീസും ഇവരൊക്കെ താമസിക്കുന്നേ. അവിടെ വിനോദ് കോവൂര് MGR എന്ന് പറഞ്ഞിട്ട് വാർഡൻ, ഏത് ലോഡ്ജിലെ വാർഡനുള്ള. ഇത് ഹോസ്റ്റൽ എന്നല്ല, ലോഡ്ജ്, കൂതറ ലോഡ്ജ്, 650 രൂപയുടെ ലോഡ്ജ്. അവിടെയാണ് ഇവർ പോയി താമസിക്കുന്നത്. ഇവർ ഹോസ്റ്റലാണ്. എന്ത് മഹാരാജ ഹോസ്റ്റല്? ഇതൊരു മൂട്ട ലോഡ്ജ്, കൂറ ലോഡ്ജ്. അതാണിത്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ പടം അങ്ങനെ തന്നെ. അപ്പം അവിടെ പോയിട്ട് ഇവർ താമസിക്കുക. അവിടെ നിന്ന് സജിൻ ചെറുകേലിൻ്റെ വെറുപ്പിക്കൽ. സജിൻ ചെറുകേൽ, മക്കളെ എണീക്കൂ, മക്കളെ ഉറങ്ങൂ, മക്കളെ പഠിക്കൂ. ഈ ചങ്ങായി അത് സിനിമ കണ്ടവർക്ക് അറിയാം, അതിനൊരു കാരണമുണ്ട്, ഞാൻ പറഞ്ഞു. പക്ഷെ എന്നാലും അതുവരെ നമ്മളിത് കാണുന്നത് ഈ ചങ്ങായി ഇങ്ങനെ വെറുപ്പിക്കണതല്ലേ. അങ്ങനത്തെ കുറേ പരിപാടികൾ. പിന്നെ ഇതിൽ കുറേ വൾഗാരിറ്റീസ്. ഞാൻ പറയില്ല, ഇവർ കൈ നിടുന്നത് മുകളിൽ ഈ വിനോദ് കോവൂരിൻ്റെ ചങ്ങായി പറയണം, മുകളിൽ ഇന്ത്യൻ ക്ലോസറ്റ്, താഴെ യൂറോപ്യൻ ക്ലോസറ്റ് എന്നൊക്കെ. അപ്പോൾ അതിനെന്നെ വേണ്ടി പറയണേ, 2 ആയി കഴിഞ്ഞാലും താഴേക്കല്ലേ പോണത്. എന്ത് അയ്യേ യക്കി എന്തൊക്കെയാണ് പറയണത്. പിന്നെ ഇവരെ ബാത്റൂമിൽ ബൾബില്ല, ടോയ്ലറ്റിൽ ബൾബില്ല. ഒരു ബൾബ് വാങ്ങിയിടാൻ ഗതിയില്ലാത്ത നീയൊക്കെ എന്നാടാ എന്തൊക്കെ എഴുതി വെച്ചേക്കുന്നത് സിനിമയ്ക്കകത്ത്. എന്നിട്ട് ഇവർ റൂമിലെ ബൾബ് ഊരി കൊണ്ടുപോയിട്ട് വേണം ബാത്റൂമിൽ ബൾബ് ഇടാൻ. ഒരുത്തൻ ബൾബ് ഊരി കൊണ്ടുപോയപ്പം റൂമിൽ ഇരുട്ടായി. അപ്പം ബാത്റൂം നമ്മളെ കാണിക്കുന്നില്ല. അപ്പോൾ അവിടെ വളിവിടുന്ന സൗണ്ട് വിടുക ഒരു തിയേറ്ററിനകത്ത്, ഒരുത്തൻ തൂറുന്ന സൗണ്ട് വിടുക ഒരു തിയേറ്ററിനകത്ത്. ഇത്രയും ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. എന്തായാലും ഇവർ ചെയ്തിരിക്കുന്ന 4Kയിലും അറ്റ്മോസിലൊക്കെ ആയിരിക്കില്ലേ. അറ്റ്മോസിൽ വളിവിടുന്ന സൗണ്ട്, ഇങ്ങനെ തൂറുന്ന സൗണ്ടുകൾ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇതിങ്ങനെയൊക്കെ എങ്ങനെ സിനിമ എടുക്കാൻ പറ്റുന്നത്? എന്നിട്ട് എന്താ പറയേണ്ടത്? അങ്ങനെ ഒരു ഇൻ്റർവെൽ, ഇത് 2 മണിക്കൂർ മുമ്പേ ഉള്ളൂ. പെട്ടെന്ന് ഇൻ്റർവെല്ലായി. പിന്നെ കഴിഞ്ഞ് വീണ്ടും കുറേ റിപ്പീറ്റേഷൻ ഓഫ് സീൻസ്, പിന്നെ ഹൊറർ, അത് ഇത്, അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയാണ് സീൻസ് കാണിക്കുന്നത്, മറ്റേ അത് ഇതെന്ന് പറയുന്നു. അവസാനം ഞാൻ നോക്കുന്നത് വെച്ചാൽ ക്ലൈമാക്സിലെത്തി. ഇതിൽ മറ്റേ ഇവരൊക്കെ ഉണ്ട്, മറ്റേ കോമൺ സോഡിൻ്റെ മറ്റേ ഇതുണ്ടല്ലോ, സുനേശനല്ല സുരേഷൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടല്ലോ, ഒരു നടി. അവരുണ്ട് ഇതിൽ ടീച്ചറായിട്ട്, ഗർഭിണിയൊക്കെ ആയിട്ട്, ചിത്ര നായർ. അപ്പം അവരുണ്ട്, അവർക്ക് ഗർഭം. അങ്ങനെ എന്തൊക്കെയോ കാണിക്കുക. ഞാൻ വിചാരിച്ചു ഓക്കെ ഒരു ഹൊറർ മൂഡൊക്കെ ക്രിയേറ്റ് ചെയ്ത് ക്ലൈമാക്സിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ച് അവസാനം ക്ലൈമാക്സ് കൂതറ ക്ലൈമാക്സ്. പിന്നെ ചളി അടിക്കാൻ ഒരു പ്രേതത്തെ ഒരു ഹൊറർ ഫീൽ ഉണ്ടാക്കാൻ വേണ്ടി ഇവർ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനൊരു നല്ലൊരു പേ ഓഫ് കൊടുക്കണ്ടേ. അത് കൊടുക്കാതെ പ്രേതം ഇങ്ങനെ പിടിക്കാൻ ഓടുന്ന സമയത്ത് അതിനിടയ്ക്ക് ഫോക്ലോറും പ്രേതത്തിന്റെ പ്രസവം അങ്ങനെ എന്തൊക്കെയോ അവർ കാണിക്കുന്നുണ്ട്. എന്തോ കാണിക്കട്ടെ, ഇപ്പം ഇങ്ങനെയൊക്കെ തന്നെ എല്ലാ ഇതിലും കാണിക്കുന്നത്. അപ്പം അതിൽ എന്നാണ്ട് ഈ മറ്റവന്മാരൊക്കെ പ്രേതം അടുത്ത് ഇങ്ങനെ പിടിക്കാൻ ഹായ് പ്രേതത്തോട് പിന്നെ എന്ത് തോലിങ്, എന്താ അപരാധിച്ച പ്രേതം അത്. അയ്യേ ലാസ്റ്റ് കല്യാണത്തിന് മറ്റേ വീടിക്ക് ലൈറ്റ് അടിക്കും പോലെ പുറകുന്ന എന്തൊക്കെയോ ലൈറ്റൊക്കെ അടിച്ചിട്ട് എന്തൊക്കെയോ കാണിച്ചിട്ട് വണ്ടി സജിൻ ചെറിയ വെറുപ്പിക്കില്ല. ഒരു സൈഡിൽ ഒരു മറ്റേ ആ പ്രേതത്തിന്റെ ക്യാരക്ടർ ചെയ്ത സ്ത്രീ എന്തൊക്കെയോ 1.5 കിലോ മറ്റേ കടലമാവല വാരി മൂത്തൊട്ടിച്ചിട്ടുണ്ട്. അവരൊക്കെ എത്ര സമയം കടലമാവും തേച്ച് ഇരുന്നിട്ടുണ്ടാവും. അപ്പം ഇതിങ്ങനത്തെ ഒരു സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ജോൺറെ, അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റണ്ടേ, ഇത് സഹിച്ചിരിക്കാൻ പറ്റണ്ടേ. ഇത്ര അമേച്ചറിഷ് ആയിട്ടുള്ള ആക്ടിങ്സ് കാരണം, അഭിനയങ്ങൾ കാരണം തന്നെ മടുത്തു പോയിട്ടുള്ള ഒരു സിനിമ. ചില നൈറ്റ് ഉള്ള ചില സീൻസും ചില ഇതും അതെന്ന് വെച്ചാൽ അത് നമുക്ക് ബേസിക്കലി ഇങ്ങനത്തെ ഒരു പ്രേതം പോലെ അല്ലെങ്കിൽ ഭൂതം പോലെ അല്ല എന്തെങ്കിലും ഒരു ഡ്രാക്കുള പോലെ എന്തെങ്കിലും സാധനമൊക്കെ ഇങ്ങനെ കാണുന്നത് ഇരുട്ടത്ത് കാണുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു സാധനമല്ലേ. അങ്ങനത്തെ കുറേ സീൻസ് ഇവർ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഒരു അട്ടർ വേസ്റ്റ് അൺബെയറബിൾ സിനിമ.